إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ജാഗ്രത പാലിക്കുന്ന ഒരു സന്ദർഭമാണ് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടാവുക എന്നുള്ളത്. അപകട സാധ്യതയുള്ളിടത്ത് മഹാഭൂരിപക്ഷം ആളുകളും ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കും. തിരക്ക് പിടിച്ച അങ്ങാടിയിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതേപോലെ ഗർത്തങ്ങളുള്ള അതിൻ്റെ അടുത്തുകൂടെയുള്ള പാതകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ജാഗ്രത പാലിക്കും. അവിടങ്ങളിലൊക്കെ പ്രത്യേകം ബോർഡുകളും നിർദ്ദേശങ്ങളൊക്കെ കാണാം. അപകടം പറ്റരുത് എന്ന് വിചാരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ പരിശ്രമിക്കും. അത് ശ്രദ്ധിക്കാത്ത ആളുകൾ അപകടത്തിൽ പെടുകയും ചെയ്യും. വിശ്വാസികൾ
അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ജാഗ്രതക്കപ്പുറത്ത് പരലോകത്ത് അവരപകടം വരാതിരിക്കാൻ, അവൻ ആപത്ത് വരാതിരിക്കാൻ അവൻ ജാഗ്രത പാലിക്കുന്നവനാകണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ അപകടങ്ങൾ വരുത്തിവെക്കുന്ന അനവധി കാര്യങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടുകൾ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിൻ്റെ സിജ്നാണ്, ജയിലാണ്. എന്നാൽ വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിക്കത് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസിയാണെങ്കിൽ അവന് നിയന്ത്രണങ്ങളുണ്ട്. ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതേ ചെയ്യാവൂ, ഇന്നതെല്ലാം ചെയ്യാൻ പാടില്ല, നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, ഗൗരവത്തോടെ ഓർക്കേണ്ടത് അനിവാര്യമാണ്. 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന് അകലുന്നത് നാം ശ്രദ്ധിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന് അകലുന്നത് നാം ശ്രദ്ധിക്കണം. രണ്ടാമത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കുകയും പുണ്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, നാം നേടിയെടുത്ത പുണ്യകർമ്മങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സ്വതക്കകളുണ്ട്, ദുആ ദിക്റുകളുണ്ട്. ആ പുണ്യകർമ്മങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അതീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. വഅതീഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, പൊളിച്ചു കളയരുത്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിലൂടെ നമ്മോട് പറയുകയാണ്. ദുരന്തങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവന്ന് നമ്മെ നശിപ്പിക്കുന്നവ പല സന്ദർഭങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അനുഭവിക്കുന്ന, നാം ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ, എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിനോദങ്ങളുമായി ബന്ധപ്പെട്ട്, ആ വിനോദങ്ങളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ ദുരന്തങ്ങൾ, അപകടങ്ങൾ നമ്മിലേക്ക് വരും എന്നുള്ളതാണ്. കളികളോടും അതേപോലെ തന്നെ വിനോദങ്ങളോടും പൊതുവെ താല്പര്യമുള്ള ആളുകളാണ് മനുഷ്യർ. അതിനാൽ പരിധികൾക്കുള്ളിൽ നിന്ന് അത് അനുവദനീയമാക്കിയിട്ടുണ്ട്. കാരണം അത് മാനസിക ശാരീരിക ഉല്ലാസത്തിന് അത് അനുഗുണമാണ് എന്നുള്ള കാരണത്താൽ. എന്നാൽ ലോകം മുഴുവൻ കളിയിലേക്ക് ശ്രദ്ധ തിരിച്ച സമയത്താണ് നമ്മളുള്ളത്. ഫുട്ബോൾ മത്സരം കാണുക എന്നുള്ളത്, കളിക്കുക എന്നുള്ളത് ഹറാമല്ല. ഫുട്ബോൾ മത്സരം കാണുക എന്നുള്ളത് ഹറാമല്ല. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, അത് പുണ്യകരമായിട്ടുള്ള കാര്യമല്ല, നിർബന്ധ പ്രവർത്തനങ്ങളിൽപ്പെട്ട കാര്യമല്ല, അനുവദനീയമാണ് എന്ന് മാത്രമാണ്. വെറും അനുവദനീയമായിട്ടുള്ള കാര്യം, ഹലാലായിട്ടുള്ള കാര്യം അത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണത് നിഷിദ്ധമാവുക? നിഷിദ്ധമാകുന്ന പല മേഖലയിലും നമ്മുടെ കുട്ടികളെത്തിയിരിക്കുന്നു, നമ്മുടെ യുവാക്കളെത്തിയിരിക്കുന്നു, നമ്മുടെ ആളുകളെത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എവിടെയാണ് നിഷിദ്ധമാവുക? എവിടെയാണ് കുറ്റകരമായി മാറുക?
അന്ധമായ ഒരു ലഹരി പോലെ അത് അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് കുറ്റകരമായി തീരുക. കേവലം സന്തോഷത്തിനപ്പുറത്ത് അത് ലഹരി പോലെയാവുക. ദീനിനേക്കാൾ അതിന് പ്രാമുഖ്യം നൽകുക, ദീനിനേക്കാൾ അതിന് പ്രാധാന്യമുണ്ടാവുക. അതിൽ മുഴുകുന്ന സമയത്ത് നമസ്കാരം നഷ്ടപ്പെടുക. അല്ലേ? എത്ര കുട്ടികളാണ് സുബഹി ജമാഅത്തിന് വന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ വരാതിരിക്കാനുള്ള കാരണം രാത്രി കളി കണ്ടത് കൊണ്ടാണത്രേ. അവിടെ ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഉറക്കം നഷ്ടപ്പെട്ടത് കളി കണ്ടതുകൊണ്ടാണ്. ആ കളി കണ്ടതുകൊണ്ടാണ് അവന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടത്, സുബഹി നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക്, നമസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിനോദം വന്നാൽ അത് നിഷിദ്ധമായ വിനോദമാണ്. അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല. യാത്ര പോകുമ്പോൾ അതിന് ഉദ്റുണ്ട്, എന്നാൽ ഇതിന് ഉദ്റില്ല, ഒഴിവ് കഴിവില്ല. അതേപോലെ ചില ആളുകൾ മുഴുവൻ സമയവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഇതുമായി ബന്ധപ്പെട്ട സജീവമാണ് അവൻ അതല്ലാതെ ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾക്ക് ബാധ്യതകളില്ല, കടമകളില്ല, കുടുംബത്തോടില്ല, മാതാപിതാക്കളോടില്ല. അവരോടുള്ള കടമകളെല്ലാം വിസ്മരിച്ച് അവൻ ഇതിന്റെ പിന്നാലെ മാത്രമാണ്, അവന്റെ ടീമിന്റെ കാര്യങ്ങൾ. ഇത്തരം അവസ്ഥയാണെങ്കിൽ വലിയ തോതിലുള്ള ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല പറഞ്ഞത് വമിനന്നാസ്, ജനങ്ങളിലുണ്ട് മയ്യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്. അതിലൂടെ അവർ ലിയുദില്ല അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. ബിഗൈരി ഇൽമിൻ, അറിയാതെ തന്നെ. വയത്തഖിദഹാ ഹുസുവ, ആ അല്ലാഹുവിന്റെ മാർഗത്തെ പരിഹാസ്യമാക്കി തീർക്കുന്നു. അവർക്ക് കാണാൻ അവർക്ക് സമയമുണ്ട്, അവർക്ക് ഉറക്കമൊഴിക്കാൻ സമയമുണ്ട്, എന്നാൽ നമസ്കാരത്തിന് അവർക്ക് സമയമില്ല. നമസ്കാരം അവരുടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദീനിനെ അവർ പരിഹസിക്കുന്നു എന്നാണ് അർത്ഥം, അവരുടെ ജീവിതം കൊണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അല്ലാഹു തആല പറയാൻ അപമാനകരമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് അല്ലാഹു തആല പറയാൻ. ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വമാ യദുർ വലാ യൻഫ, ഉപദ്രവമുള്ള, ഉപകാരമില്ലാത്ത, അതിനാണ് ലഹുൽ ഹദീസ് എന്ന് പറയാം. ഉപകാരപ്പെടുന്നതിനേക്കാൾ ദോഷം ചെയ്യാൻ, ഗുണത്തേക്കാൾ തിന്മ കൂടുതലുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്താണ് അപകടം? ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അകലുക എന്നുള്ളത്. നമസ്കാരം നഷ്ടപ്പെടുക, ആ നമസ്കാരത്തിന്റെ സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, തോന്നുമ്പോൾ നമസ്കരിക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് എത്ര കുട്ടികളെത്തി നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഖുർആൻ പാരായണം ചെയ്തിരുന്നവർ ആ ഖുർആൻ പാരായണം ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് അത് ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ രാത്രി വൈകി കളി കണ്ട് സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് ചെയ്യാൻ പാടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നിങ്ങൾ കളി കണ്ടോ, പക്ഷേ സുബഹി നമസ്കരിച്ചിട്ടാവണം പിന്നെ ഉറക്കം. നിങ്ങൾ കളി കണ്ടോ, പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാവണം പിന്നെ ഉറക്കം. ആ തഹജ്ജുദിന് ശേഷമുള്ള സുബഹി നിസ്കരിച്ചിട്ടാവണം ഉറക്കം. ദുനിയാവിന്റെ ഒരു കാര്യം നേടുമ്പോൾ പരലോകം നഷ്ടപ്പെടുന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾക്ക് സമയം 90 മിനിറ്റാണ് കളി, പക്ഷേ 24 മണിക്കൂറാണ് അവൻ്റെ ചർച്ച. ഒരു കളി കഴിഞ്ഞാൽ അതിലുള്ള അനലൈസ്, അല്ലേ,
വിശകലനങ്ങൾ, തർക്കങ്ങൾ. എന്തുകൊണ്ടത്, പിന്നെ അവൻ്റെ ടീമിനെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള വിശകലനങ്ങൾ. ഇത് തന്നെ നഊദു ബില്ലാഹി മിൻ ദാലിക്. മുഅ്മിനീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയിലാണ്. ഒന്ന് അസ്സിഹ, അവന്റെ ആരോഗ്യമാണ്. വൽ ഫറാഗ്, അവന്റെ ഒഴിവ് സമയമാണ്. ആരോഗ്യത്തിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളൊരു ചിന്തയില്ല. എന്നാൽ ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ നമുക്ക് ആ അവയവത്തിന്റെ വില മനസ്സിലാകും, അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാ പറഞ്ഞത്, പരിധിക്കുള്ളിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, പരിധി കഴിഞ്ഞാൽ അത് ഹറാമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ കളി കാണുന്നുണ്ട്, ഓക്കെ. പക്ഷേ ആ കളിയിൽ കളിക്കുന്ന ആളുകളുടെ ജീവിത ശൈലി അവർ റോൾ മോഡലായി സ്വീകരിക്കുന്നത് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഹെയർ സ്റ്റൈൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ. ഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. എന്താണ് ഖസ എന്ന് പറഞ്ഞാൽ? വൽ ഖസ അൻ യുഹ്ലക ബഅദു റഅസി സ്വബി വയുത്രക ബഅദ്. ഒരു കുറച്ച് ഭാഗം വടിക്കുക, കുറച്ച് ഇവിടെ മാത്രം വടിക്കുക, പിന്നെ അത് മറ്റേത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇവിടെ രണ്ട് വരെ, അല്ലേ കണ്ടില്ലേ? ഇവിടെ രണ്ട് വരട്. എവിടുന്നാ എനിക്ക് കിട്ടണത്? ഇത്തരത്തിലുള്ള ആളുകളുടെ കളി കണ്ട് അവരുടെ ഹെയർ സ്റ്റൈൽ അവൻ പകർത്താൻ റോൾ മോഡൽ, മുസ്ലിമിന്റെ റോൾ മോഡൽ അല്ലാഹുവിന്റെ റസൂലാണ്. ഉസ്വത്തുൻ ഹസന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ അല്ലാഹുവിന്റെ റസൂലിനെയാണ് അവൻ റോൾ മോഡലായി സ്വീകരിക്കുക. അവൻ താടി വെക്കും, എന്തുകൊണ്ട്? റസൂലിന്റെ സുന്നത്താണ്. അവൻ നെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കും, എന്തുകൊണ്ടാണ്? റസൂലിന്റെ സുന്നത്താണ്. റസൂലിനെയാണ് റോൾ മോഡലാക്കേണ്ടത്, അല്ലാതെ ഫുട്ബോൾ കളിക്കാരല്ല. അതുകൊണ്ട് താരാരാധന എന്നുള്ള രൂപത്തിൽ വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ അത് മതി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ മറ്റൊരു കാര്യമാണ് ധൂർത്ത്. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പറയണം. പതിനായിരക്കണക്കിനാണ് വാടകയായിട്ട് കൊടുക്കണത് ചില സ്ഥലത്ത് വെക്കാനേ. ആ ബോർഡ് വെക്കണല്ലോ, ബോർഡ് വെക്കാൻ 10,000 രൂപ, അതുണ്ടാക്കാൻ 10,000 രൂപ. ഏറ്റവും വലിയ ഫ്ലക്സ്, ലോകത്തെ ഏറ്റവും വലിയ ഫ്ലക്സ് അത് മലപ്പുറം ജില്ലയിലാണ് അത്രേ. ഹോല രാജ്യത്ത് കൂടി ഇല്ല. എൻ്റെ അർത്ഥം നമ്മുടെ ദൂരത്തിൽ നമ്മൾ എത്ര എക്സ്ട്രീം ലെവലിലേക്ക് പോയി എന്ന് അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നിങ്ങൾ ദൂർത്തടിക്കരുത്, അനാവശ്യമായി നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കരുത്. കാരണം ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാൻ ലിറബ്ബിഹി കഫൂറ. അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ആ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അല്ലാഹു തആല പറയാം, ഈ ആൾക്കാരത്ത് ഇതിനൊക്കെ പൈസ ഉണ്ട്. ഒരു ദാവത്തിന്റെ കാര്യം പറഞ്ഞു ചെന്നാൽ ഓന്റെ പായേനെ ഫുള്ള് കേൾക്കേണ്ടി വരും. നമ്മള് മദ്രസന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെന്നാൽ ഓൻ്റെ അടുത്ത് നിന്ന് എടുത്താൽ കിട്ടൂല. ഇതിനൊരു 1000, 2000, 3000, 5000, 10000 ഒക്കെ ചെലവഴിക്കാണ്ട് ഓന്റെ പെരയിലടക്കം കൊടുക്കൂല. അത് അത്ര തലയിൽ കയറിക്കാൻ.
നഊദു ബില്ലാഹ്. അതുകൊണ്ട് കുറൊക്കെ എല്ലാം പാകത്തിന് വേണ്ടി, പാകത്തിന് മാത്രമേ ആകാവൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ, എന്റെ ടീമിന്റെ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പണി എന്താ? എല്ലാവരും തമാശക്കലാണ്, എല്ലാവരും ചീത്ത പറയലാണ്, എല്ലാവരും പരിഹസിക്കലാണ്. വിശ്വാസികളോട് അല്ലാഹു തആല പറഞ്ഞെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. വിശ്വാസികളെ, നിങ്ങൾ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്. കാരണം കളിയാക്കപ്പെടുന്നവർ കളിയാക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായേക്കാം. നമ്മളാണ് ജയിച്ചാൽ മതി ഒരു കളി. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തുബത്തിലു അമാലക്കും, നിങ്ങൾ ഉണ്ടാക്കി വെച്ച അമലുകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞ കാര്യമല്ലേ. നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കണത്? ആരെയാണോ പരിഹസിച്ചത്, ആരെയാണോ ആക്ഷേപിച്ചത്, കൊടുക്കേണ്ടി വരും നമസ്കാരം, കൊടുക്കേണ്ടി വരും നിങ്ങളുടെ നോമ്പ്, കൊടുക്കേണ്ടി വരും നിങ്ങളുടെ സക്കാത്ത്. ചെറിയ കാര്യമാണോ വിചാരിച്ച്? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കളിയുടെ അപ്പുറത്തേക്ക് ശത്രുത വളരുന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇന്നമാ യുരീദു ശൈത്വാൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. അല്ലാഹു തആല പറയാൻ, ശൈത്വാൻ നിങ്ങൾക്കിടയിൽ ഉദ്ദേശിക്കുന്നത് ശത്രുത ഉണ്ടാക്കുക എന്നുള്ളതാണ്, പകയുണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത് ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് പിന്നെ സംഭവിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഗദ റിജാൽ ഇലല്ലാഹി അൽ അലദ്ദുൽ ഖിസാം. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള വിഭാഗം അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. വാശിയേറിയ തർക്കങ്ങൾ, വാശിയേറിയ വാദപ്രതിവാദങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാണ്. എൻ്റെ ടീം അതിനു വേണ്ടിയിട്ട് ഭയങ്കര വാഗ്വാദങ്ങൾ, കോലാഹലങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ, ജിഹാദ് ചെയ്യാണ് ശരിക്കും അല്ലേ. അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഉണ്ട്. ഇതോ അർജന്റീനയുടെ മാർഗത്തിൽ, ബ്രസീലിന്റെ മാർഗത്തിൽ ജിഹാദ് പരിശ്രമിക്കാൻ, പ്രൊമോട്ട് ചെയ്യാൻ. പാകത്തിനാവാം, ഒക്കെ പാകത്തിനാകാം, ഓവറാവരുത്. ആ ഓവറായത് കാണുകയാണ് അല്ലേ, നാട് മുഴുവൻ കാണുകയാണ് ഓവറാവുന്നതിന്റെ. നമ്മളാണ് ഉത്തരവാദികൾ, മുസ്ലിങ്ങളാണ് നമ്മൾ. നമ്മളെ കുട്ടികളും ഇല്ല, ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? നമ്മളെ കുട്ടികളുണ്ട്, നമ്മളെ മാലിൽപ്പെട്ട കുട്ടികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓതി വെച്ച ആയത്ത് പറയാൻ, ഈ ദുനിയാവ് കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. എന്തെന്നും ജീവിക്കാനുള്ള സ്ഥലം പരലോകമാണ്. ലൗകാനു യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരിങ്ങനെയല്ല ജീവിക്കാനാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, വെറുതെയാണോ നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ സൃഷ്ടിച്ചു. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളിട്ട് മടങ്ങി വരും, കാണിച്ചു തരാന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്നുള്ളത് ലഅബുൻ വലഹ്, കളിതമാശയാണ്, വസീനത്തുൻ അലങ്കാരമാണ്, വതഫാഖുറുൻ പരസ്പരമുള്ള പെരുമ നടിക്കലാണ്. പരസ്പരമുള്ള പെരുമ നടിക്കൽ, ഇന്റെ ടീമിന്റെ അല്ലേ
പെരുമ നടിക്കലാണ്. വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള വർദ്ധിപ്പിക്കലാണ്. കമസലി ഗൈസിൻ, ഉദാഹരണം പറയാൻ, ഒരു മഴ പെയ്തു, അജബൽ കുഫാറ നബാതു, അങ്ങനെ അതിലൂടെ ഒരു സസ്യമുണ്ടായി. ആ സസ്യമുണ്ടായ സമയത്ത് കർഷകർക്ക് അത്ഭുതമുണ്ടായി, അവർക്ക് സന്തോഷമുണ്ടായി. സുമ്മ യഹീജ്, പിന്നെ അത് ഉണങ്ങും. ഫതറഹു മുസ്ഫറ, അങ്ങനെ ഉണങ്ങിയ സമയത്ത് നിനക്ക് മഞ്ഞയായിട്ടായി കാണാം. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് വൈക്കോൽ തുരുമ്പായിട്ട് മാറും. ഇതേപോലെയാണ് നിങ്ങളെ ജീവിതം. നിങ്ങളെ ജീവിതം എങ്ങനെയാണ്? കുട്ടിയായി, യുവാവായി, അങ്ങനല്ലേ, നല്ല ശക്തിയായി, പിന്നെ ഇങ്ങനെ തളർച്ച വരും, ഉണങ്ങാൻ തുടങ്ങും. അവസാനം എന്ത് ചെയ്യും? മരിച്ച് തുരുമ്പായിട്ട് മാറും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറതും മിനല്ലാഹ്. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട് ആർക്ക്? ദുനിയാവിൽ തോന്നിയ രൂപത്തിൽ ജീവിച്ച ആൾക്ക്. വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിനുള്ള മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്, തൃപ്തിയുണ്ട്. ആർക്ക്? തോന്നിയ രൂപത്തിൽ ജീവിക്കാതെ അല്ലാഹു തആല പറഞ്ഞ ആ പരിധിക്കുള്ളിൽ ജീവിച്ച് അവന്റെ ജീവിതത്തെ നിയന്ത്രിച്ചവന്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കാനുള്ള ആളുകളാണ്. എപ്പോ ആണെങ്കിലും മരിക്കാം. സമയമായാൽ മരിക്കും. ഇന്ന കാരണമൊന്നും വേണ്ട, സമയമായാൽ മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അവനാകുന്നു വിജയിച്ചവൻ. ഈ ദുനിയാവിലെ കേവലം 1-2 കളിയുള്ള വിജയമല്ല, മനസ്സിലായില്ലേ? സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ആത്യന്തികമായ വിജയം. ആ വിജയത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക എന്നുള്ളതാണ് വിശ്വാസി ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അല്ലാഹു തആല അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന മനസ്ഥിതിയോടെ അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിനോദവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ളതാണ് ചുരുങ്ങിയ രൂപത്തിൽ നാം സൂചിപ്പിച്ചത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ അവസരമാണ് മുഹറം മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുസ് സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ പ്രത്യേകത? വസിയാമു യൗമി ആശൂറ അഹ്തസിബു, റസൂലുള്ളാഹി പറയാം, അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ അസ്സനത അല്ലതി ഖബല, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. വലിയ അവസരമാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളിതിൽ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പരലോകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് അങ്ങനെ കേൾക്കാന്നല്ലാതെ അത്
പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ടോ ചിന്തിച്ചു നോക്കി. അങ്ങനെ ചില ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് ഈ പ്രതിഫലം നൽകപ്പെടും. മനസ്സിലായില്ലേ? കുറച്ച് ആളുകൾ ഉണ്ടാവും, അവർക്ക് ഇതിൻ്റെ പ്രതിഫലം നൽകപ്പെടും ചെയ്യും. എല്ലാ ആളുകളും നോമ്പെടുക്കാതെ ജീവിക്കുന്ന സമയത്ത് ഇവൻ മാത്രം നോമ്പെടുക്കുകയാണ്. അതിൻ്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിച്ചോളി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണത്. മറ്റൊരു കാര്യമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കാൻ വിചാരിച്ചിരുന്നു എന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് റസൂലുള്ളാഹി പറയുന്നത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 9 കൂടി ഞാൻ 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും. അതുകൊണ്ട് 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് അനുഷ്ഠിക്കണം എന്ന് നീയത്തെടുക്കുക ആദ്യം. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയാൽ ആ പ്രതിഫലം കിട്ടും. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ പോയാൽ മതി, സ്വർഗത്തിലൊക്കെ എത്തിക്കോളും എന്ന് വിചാരിക്കരുത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹിന്റെ ചോദ്യമാണ്. ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ ഒരേ രൂപത്തിലൊന്നുമല്ല. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്ത സൗകര്യങ്ങളും വ്യത്യസ്ത ഐശ്വര്യങ്ങളുമാണ്. ഇതേപോലെ തന്നെ അവിടെ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് അവിടെ വിജയിക്കാൻ, അവിടെ എത്രത്തോളം ഐശ്വര്യം കിട്ടണം, അവിടെ എത്രത്തോളം സുഖം കിട്ടണം, അവിടെ എത്രത്തോളം സൗകര്യം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? അധ്വാനിക്കുക. അത്രത്തോളം അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.